വീരധീര സൂരൻ ചിയാൻ വിക്രം ഇന്നലെ ഇറങ്ങിയ സിനിമയാണ്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു, ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിയാൻ വിക്രം അഭിനയിച്ച തങ്കലാന് ശേഷമുള്ള സിനിമയാണ്. ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ SU അരുൺ കുമാർ. ഈ മച്ചാന്റെ പടം ഏതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൊഡ്യൂസ്ഡ് ബൈ റിയ ഷിബു. മ്യൂസിക് നമ്മുടെ GVP ആണ്, GV പ്രകാശ് കുമാർ. ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ തേനി ഈശ്വർ. മച്ചാനെ സിനിമാറ്റോഗ്രാഫി വേറെ ലെവലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത് കുറെ എന്താ പറയാ, വൺ ഷോട്ട് കുറെ സീൻസ് ഉണ്ട്. അങ്ങോട്ട് നടന്നു പോയി, ഇങ്ങോട്ട് നടന്നു, ഒരു ഉത്സവപ്പറമ്പൊക്കെ അത് അത്ര ആൾക്കാരൊക്കെ വെച്ച് എങ്ങനെ എടുത്തു എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം കുറെ ആൾക്കാരുടെ ഇടയിൽ വിക്രം ഓടി എത്തുന്ന ഒരു സംഭവമൊക്കെ, ഒരു എന്താ പറയാ, കുറെ വരിക്കടകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. വിക്രം ഇങ്ങനെ ചാടി ചാടി ഓടി അവിടെ നിന്നൊക്കെ ഇറങ്ങി വരണം. അതൊക്കെ വിഷയ സാധനമായിരുന്നു സിനിമാറ്റോഗ്രാഫിയിൽ പറയുമ്പോൾ. മ്യൂസിക് ആയാലും ആ ഒരു പക്ക തമിഴ് നാടൻ വൈബ്, ഒരു കൊട്ടും പാട്ടും ബഹളവും അതൊക്കെ അടിപൊളിയായിട്ട് എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്നവർ വിക്രം കിട്ടില്ല, അയ്യോ വിഷയ സാധനയുടെ എനിക്ക് രോമാഞ്ചമായിരുന്നു. ആ ഒരു കാളി എന്ന് പറഞ്ഞ കഥാപാത്രം. SJ സൂര്യ ഒരു പോലീസ് DSPന്റെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. വേറെ ലെവൽ. ഇടയ്ക്ക് പോയോ ചിരിച്ചിരിച്ച് ചാവും ചില സമയത്തൊക്കെ. സുരാജ് ചേട്ടനുണ്ടോ സിനിമയിൽ? സുരാജ് വെഞ്ഞാറോട്. ഇന്നലെ ആ സിനിമ കാണാൻ പോയപ്പോഴും സുരാജ് ചേട്ടൻ ആ സ്ക്രീനിലുണ്ടായിരുന്നു. കൊള്ളാം. അയ്യോ, അത് പുള്ളിയെല്ലാം കേട്ടോ ഡബ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സൗണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു രസമുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു സുരാജ് ചേട്ടന്റെ. അത് കൊള്ളാം. അതൊരു ഒരു മൊരട്ട് ശൈലിയും ഒരു ചെറിയൊരു എന്താ പറയാ മറ്റേ തെമ്മാടി ക്യാരക്ടറും അത് നല്ല രസമുള്ളൊരു സാധനം. തുഷാര വിജയൻ, നമ്മുടെ രായലിലൊക്കെ ഉള്ള പുള്ളിക്കാരി വിക്രത്തിന്റെ ഭാര്യയായിട്ടാണ്. ആ ഒരു കഥാപാത്രവും ഭയങ്കര ഓവർ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഭാര്യ, ഫാമിലി, ആ ഒരു ഫാമിലി സ്ട്രക്ചർ, ആ ഒരു എൻവയൺമെന്റ് ആണ് പടം പിടിച്ചിരിക്കുന്നത്. ഫാമിലിക്ക് വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ആരുമാണെങ്കിൽ തീർക്കുന്ന ഒരു നായകൻ, ആ ഒരു സംഭവം ടിപ്പിക്കൽ ഒരു ഫാമിലി മാൻ കഥാപാത്രമാണ് വിക്രം ചെയ്തിരിക്കുന്നത്. പക്ഷെ വിഷയ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പൃഥ്വി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട് സിനിമയിൽ. എനിക്ക് ആരാന്നറിയില്ല. പൃഥ്വി, രമേശ് ഇന്ദിര, പവേൽ, നവഗീതൻ, ഇവരൊക്കെ ഈ സിനിമയിലുള്ളവരാണ്. പല പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു അസുര മോഡ്. അസുരത്തിന് അത്ര ഡാർക്കല്ല, നമുക്ക് കുറെ അസുരം എന്ന് പറയുമ്പോൾ അത്ര ഡാർക്കും ആ ഒരു പ്ലോട്ടും ഭയങ്കര ഒരു ഡ്രൈനെസ്സും അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് അത്. പക്ഷെ ഇതങ്ങനല്ല, കുറച്ചും കൂടി എന്താ പറയാ എന്റർടൈൻഡും ഫണ്ണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇതിന്റെ. എങ്കിൽ പോലും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കുറെ സീൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനൊക്കെ രോമാഞ്ചമായിരുന്നു. ആ ഒരു സംഭവമൊക്കെ ഒരു ടിപ്പിക്കൽ പ്ലോട്ടാണ്. ഭയങ്കര ചെറിയൊരു കഥയാണ്. ഒരു ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒരു രാത്രി മൊത്തം ഇങ്ങനെ ഓടിച്ച് നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് വീരധീര സൂരൻ പാർട്ട് 2 എന്നാണ് ഈ സിനിമേന്റെ പേര്. പാർട്ട് 1ന്റെ സംഭവം എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. പാർട്ട് 1ന്റെ ഇതിനു മുമ്പ് പാർട്ട് 1 സിനിമ ഉണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി പാർട്ട് 1 വരാനുണ്ടോ? ഈ ഒറ്റക്ക് ഇറക്കിയ പോലത്തെ ഒരു സംഭവമാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു സംശയം എനിക്കുണ്ട്. ബട്ട് പടം കിട്ടില്ല. നിങ്ങൾ ഈ എമ്പുരാന്റെ മറവിൽ ഈ സിനിമ ഒന്ന് കാണാതെ പോലെയാണ്. ഇതൊക്കെ രസ്യ പടമാണ്. തമിഴിൽ ഇങ്ങനത്തെ കുറെ പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഒരു അടിയും പിടിയും നല്ല ബീജിയവും കുറെ ഒരു നാടൻ മാസും ആ വക സാധനങ്ങളൊക്കെ. വിക്രം ആ ക്യാരക്ടറിനെ കിടിലിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് പേഴ്സണലി ബോറടിച്ചില്ല. 2.5 മണിക്കൂർ എന്തോ സിനിമയുണ്ട്. 2.25 മണിക്കൂർ എടുത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാണേ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് കൂടുതൽ പറയാനില്ല. ഒരു സിമ്പിൾ ഒരു ചെറിയ അടിപിടി പ്ലോട്ട്. അത് അവിടെ നിന്ന് ഒരുത്തനെ കൊല്ലാൻ പറയുന്നു, അവിടെ നിന്ന് കൊല്ലാതെ ഇവന് തിരിച്ചു പണിയുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ. ബട്ട് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ബോംബ്ലാസ്റ്റിക് പടം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു.